ഹലോ ഗായ്സ്, പൈക്കോയിൻ എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ കറൻസി ഉണ്ട്. നിങ്ങൾ ഇപ്പോ ഗൂഗിളിൽ ചെന്നിട്ട് പൈക്കോയിൻ വാല്യൂ INR എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ പൈക്കോയിന്റെ ഇപ്പോഴത്തെ യഥാർത്ഥ പ്രൈസ് കാണാൻ പറ്റും. ഏകദേശം 50 രൂപക്ക് മുകളിലാണ് നമ്മുടെ പൈക്കോയിന്റെ ഇന്നത്തെ പ്രൈസ് വരുന്നത്. നിങ്ങൾ ഒരു പക്ഷെ ബിറ്റ്കോയിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. ബിറ്റ്കോയിന് പോലെ തന്നെയുള്ള മറ്റൊരു ക്രിപ്റ്റോ കറൻസിയാണ് നമ്മുടെ പൈക്കോയിൻ. ബിറ്റ്കോയിന്റെ ഇന്നത്തെ പ്രൈസ് എന്താണ് എന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എന്തായാലും ഞെട്ടിപ്പോകും. നിങ്ങൾ ഇപ്പൊ നേരെ ചെന്നിട്ട് നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് ബിറ്റ്കോയിൻ INR എന്ന് അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ഇപ്പോഴത്തെ കറക്റ്റ് മാർക്കറ്റ് റേറ്റ് അവിടെ കാണാൻ പറ്റും. ഏകദേശം 90 ലക്ഷത്തിന് മേലെയാണ് ഇന്ന് ഒരു ബിറ്റ്കോയിന്റെ പ്രൈസ് വരുന്നത്. നമ്മുടെ ബിറ്റ്കോയിന് ലോഞ്ച് ചെയ്തത് അല്ലെങ്കിൽ ബിറ്റ്കോയിന് നിലവിൽ വന്നത് 2009 ബിറ്റ്കോയിന് 2009 വന്ന സമയത്ത് അതിന്റെ പ്രൈസ് 0 ആയിരുന്നു. മാത്രമല്ല ഒരുപാട് പേർക്ക് ബിറ്റ്കോയിന് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട് എന്ന് 2009 കേട്ടോ. 2010 ആയപ്പോ ഒരു ബിറ്റ്കോയിന്റെ പ്രൈസ് 2 രൂപയായി. അതിനുശേഷം 2021 ആയപ്പോൾ ഏകദേശം ഒരു ബിറ്റ്കോയിന്റെ പ്രൈസ് 35 ലക്ഷം രൂപ വരെ എത്തി. അങ്ങനെ 2025 ആയപ്പോൾ ഇന്ന് 90 ലക്ഷത്തിന് മേലെയാണ് ഒരു ബിറ്റ്കോയിന്റെ പ്രൈസ് കാണാൻ പറ്റുന്നത്. ഈ ബിറ്റ്കോയിൻ 2009 ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ കോയിൻസ് ആണ്. മാത്രമല്ല ഇപ്പോഴും നമുക്ക് ഈ ബിറ്റ്കോയിൻ ഒക്കെ മൈനിങ് ചെയ്യാൻ, അതായത് ഫ്രീ ആയിക്കൊണ്ട് മൈനിങ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ ഒരുപാട് റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ ബിറ്റ്കോയിൻ മൈനിങ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. എന്നാലേ ബിറ്റ്കോയിനൊക്കെ മൈനിങ് ചെയ്യാൻ ഭയങ്കര എക്സ്പെൻസീവ് ആണെങ്കിലും നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിക്കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മൈനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു കോയിനാണ് ഏത്? നമ്മുടെ പൈ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പൈ കോയിൻ കേട്ടോ. നമ്മുടെ പൈ കോയിന് ലോഞ്ച് ആയത് 2019 വന്നിട്ട് ആകെ 6 വർഷമായിട്ടുള്ളൂ. ഈ 2009 നമ്മുടെ പൈ കോയിൻ വരുന്ന സമയത്ത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് മൈനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു കോയിൻ ആയിരുന്നു. 2019 മുതൽ 2025 ഈ വർഷം 2025 ജനുവരി വരെ നമ്മുടെ പൈ കോയിന്റെ പ്രൈസ് എന്താണ്? 0 ആണ്. ഈ വർഷം 2025 ഫെബ്രുവരിയിലായിട്ടാണ് നമ്മുടെ പൈ കോയിന് യഥാർത്ഥത്തിലുള്ള ഒരു പ്രൈസ് വന്നത്, അല്ലെങ്കിൽ നമ്മുടെ പൈക്കോയിന് ലിസ്റ്റ് ആയത് 2025 ഫെബ്രുവരിയിലായിട്ടാണ്. അപ്പൊ പൈക്കോയിന് ഇന്ന് ഏകദേശം 50 രൂപക്ക് മേലെ റേറ്റ് ഉണ്ട്. വരും വർഷങ്ങളിലായിട്ട് നമ്മുടെ പൈക്കോയിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ കൂടാൻ സാധ്യതയുള്ള ഒരു കോയിനാണ് നമ്മുടെ പൈക്കോയിൻ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ബിറ്റ്കോയിൻ എന്തായാലും നഷ്ടപ്പെട്ടു. ഈ 2009 നമ്മൾ ഒരു പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന സമയമായിരിക്കും അല്ലെ. അപ്പൊ ഇപ്പൊ നമുക്ക് ഉള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് നമ്മുടെ സാധാ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പൈക്കോയിന് ഒരു ചെലവില്ലാണ്ട് ഫ്രീ ആയിക്കൊണ്ട് മൈനിങ് ചെയ്യാനും ഏൺ ചെയ്യാനും പറ്റും. മൈനിങ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഫോണിനകത്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, പൈ നെറ്റ്വർക്കിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? ആ ആപ്പിൽ പോയിട്ട് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ആ ക്ലിക്ക് ചെയ്യുന്നതിനാണ് നമ്മളിവിടെ മൈനിങ് ചെയ്യാന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എന്ത് പറയുന്നുണ്ട്, എങ്ങനെയാണ് നമ്മുടെ പൈ നെറ്റ്വർക്കിന്റെ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി എങ്ങനെയാണ് നമ്മുടെ പൈക്കോയിന് നമ്മുടെ ഫോണിൽ മൈനിങ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല നമ്മൾ പൈ നെറ്റ്വർക്കിന്റെ ആപ്പ് അല്ലെങ്കിൽ പൈക്കോയിന് മൈനിങ് ചെയ്യുന്ന ആപ്പ് വെറുതെ അങ്ങ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോരാ. അതിനകത്ത് നമുക്ക് ഒരുപാട് സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ആക്കാനുണ്ട്. ആ സ്റ്റെപ്പുകളെല്ലാം കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? പൈക്കോയിന് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ പൈക്കോയിൻ എങ്ങനെ മൈനിങ് ചെയ്യണം, എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, അതിൽ ഉള്ള സ്റ്റെപ്പുകൾ എങ്ങനെ കംപ്ലീറ്റ് ആക്കണം എന്നൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ വളരെ കൃത്യമായിക്കൊണ്ട് വ്യക്തമാക്കി പറയുന്നുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണുക. ഞാൻ എന്തൊക്കെയാണോ ഇതിൽ ചെയ്യുന്നത്, എന്തൊക്കെയാണോ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്, ആ കാര്യങ്ങളെല്ലാം കൃത്യമായി കേട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യം വീണ്ടും പറയാണ്, നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമന്റ് ബോക്സിൽ പോയിട്ട് ഒരു താങ്ക്സ് കമന്റ് ചെയ്യാം കേട്ടോ. വീഡിയോ ഒരു പക്ഷെ ഒരുപാട് ലെങ്ത് ഉണ്ടാവും, നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും വീഡിയോ ആരംഭിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ പൈക്കോയിന് നമ്മുടെ ഫോണിൽ മൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 2 ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ഒന്നാമത്തെ ആപ്ലിക്കേഷന് പൈ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനും രണ്ടാമത് പൈ ബ്രൗസർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനുമാണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. ഇതിൽ പൈ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആപ്പാണ് നമുക്ക്
ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് കേട്ടോ. മറ്റേ പൈ ബ്രൗസർ എന്ന് പറയുന്ന ആപ്പ് എപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ മാത്രം ഇൻസ്റ്റാൾ ആക്കിയാൽ മതി. അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് എന്ത് ചെയ്യാണ്, പൈ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആപ്പ് നമ്മൾ നേരെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ നല്ല ആപ്പ് സ്റ്റോറിൽ നമ്മുടെ പൈ നെറ്റ്വർക്കിന്റെ ആപ്പ് അവൈലബിൾ ആണ്. നിങ്ങൾ പോയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പൊ നമ്മുടെ പൈ നെറ്റ്വർക്കിന്റെ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെയായിട്ട് 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഒന്ന് കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക് എന്നും 2 കണ്ടിന്യൂ വിത്ത് ഫോൺ നമ്പർ എന്നും കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ നിങ്ങൾ കണ്ടിന്യൂ വിത്ത് ഫോൺ നമ്പർ എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാൻ പറയുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് കൺട്രി ചോദിക്കുന്നുണ്ട്. കൺട്രി എന്നുള്ള ഭാഗത്ത് എന്ത് ചെയ്യുക, ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുക. രണ്ടാമത് ഫോൺ നമ്പർ എന്ന് ചോദിക്കുന്ന ഭാഗത്ത് നിങ്ങളുടെ ഫോൺ നമ്പർ കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മൊബൈൽ നമ്പറും കൺട്രിയും കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, താഴെ നമുക്ക് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും. ആ സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മോട് ഇവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ് കൊടുക്കാൻ പറയുന്നുണ്ട്. ആ 2 കോളത്തിലും നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഇമെയിൽ അഡ്രസ്, നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഇമെയിൽ അഡ്രസ് കറക്റ്റ് ആയിട്ട് അവിടെ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് താഴെ കാണിക്കുന്ന നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് പിന്നെ നമ്മുടെ ഇവിടെ പാസ്വേഡ് കൊടുക്കാൻ പറയുന്നുണ്ട്. ആ 2 കോളത്തിലും നമ്മൾ എന്ത് ചെയ്യണം, പാസ്വേഡ് കൊടുക്കണം. ഈ പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ടോട്ടൽ 8 ക്യാരക്ടേഴ്സ് വേണം. മാത്രമല്ല അതിൽ തന്നെ ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മാൾ ലെറ്റേഴ്സ് വേണം, പിന്നെ അറ്റ്, ഹാഷ്, സ്ലാഷ്, കോമ എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ അതിലൊക്കെ മിക്സ് ചെയ്യണം. പിന്നെ കുറച്ച് നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ല സ്ട്രോങ് പാസ്വേഡ് ആണ് കൊടുക്കാൻ പറയുന്നത്. അപ്പൊ ഈ 2 കോളത്തിലും എന്ത് ചെയ്യാം, പാസ്വേഡ് തെറ്റാണ്ട് ഒരേ പാസ്വേഡ് തന്നെ മേലെയും താഴെയും കൊടുത്തിട്ട് എന്ത് ചെയ്യാം, താഴെ കാണിക്കുന്ന സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മോട് ഇവിടെ നമ്മുടെ പേര് കൊടുക്കാൻ പറയുന്നുണ്ട്. ഫസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട്, ലാസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട്, ചൂസ് യുവർ യൂസർ നെയിം എന്നും ചോദിക്കുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട്, ലൈസൻസ്, ഈ 4 ഡോക്യുമെന്റ് ഉണ്ടല്ലോ, ഈ 4 ഡോക്യുമെന്റിൽ നിങ്ങൾക്ക് ഏത് വെച്ചു എന്ത് ചെയ്യാം, ഈ പൈ നെറ്റ്വർക്ക് ആപ്പിൽ KYC ചെയ്യാൻ പറ്റും. അപ്പൊ KYC നമുക്ക് ഭാവിയിൽ വരാനുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പേര് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ 4 ഡോക്യുമെന്റ് ഉണ്ടല്ലോ ഇതിൽ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് നോക്കുക. നിങ്ങളുടെ ആ ഒരു ഡോക്യുമെന്റിലുള്ള ഫോട്ടോയും നിങ്ങളുടെ നിലവിലുള്ള നിങ്ങളുടെ ഫേസും ഏതാണോ ഏറ്റവും കൂടുതൽ മാച്ച് ആകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡോക്യുമെന്റ് കയ്യിലെടുക്കുക. അതിൽ നിങ്ങളുടെ പേരെന്താ നോക്കുക. അതിൽ ഒരു പക്ഷേ ഫസ്റ്റ് നെയിം ഉണ്ടാവും, സെക്കൻഡ് നെയിമും ഉണ്ടാവും, ലാസ്റ്റ് നെയിമും ഉണ്ടാവും. അപ്പൊ നേരെ എന്ത് ചെയ്യാം, നിങ്ങൾ ഫസ്റ്റ് നെയിമിന്റെ ഭാഗത്ത് നിങ്ങളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമിന്റെ ഭാഗത്ത് നിങ്ങളുടെ ലാസ്റ്റ് നെയിമും തെറ്റാണ്ട് സ്പെല്ലിംഗ് എല്ലാം കറക്റ്റ് ആക്കി നോക്കിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ കാണിക്കുന്ന ചൂസ് യുവർ യൂസർ നെയിം എന്ന് കാണിക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, മൊബൈൽ നമ്പർ കൊടുക്കാം, എന്ത് വേണേലും കൊടുക്കാം. അത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, താഴെ കാണിക്കുന്ന സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ അവിടെ ഹൂ ഇൻവൈറ്റഡ് യു എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. താഴെയായിട്ട് നമുക്ക് ഇൻവിറ്റേഷൻ കോഡ് കൊടുക്കാനുള്ള ഒരു കോളം ഉണ്ട്. അപ്പൊ ഞാൻ ഈ സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടുള്ള ആ ഒരു കോഡ് നവീദ് ടെക്കി 15 എന്ന് പറയുന്ന ആ ഒരു കോഡ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ആ ഒരു കോളത്തിൽ നവീദ് ടെക്കി 15 എന്ന് എന്ത് ചെയ്യുക, സ്പെല്ലിംഗ് തെറ്റാണ്ട് സ്പേസ് ഒന്നും ഇടാതെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആണ്, ബാക്കിയുള്ളതൊക്കെ സ്മാൾ ലെറ്റേഴ്സ് ആണ്. അപ്പൊ തെറ്റാണ്ട് കൃത്യമായി ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, താഴെ കാണിക്കുന്ന സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കാണിക്കുന്ന ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണിക്കുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്കിവിടെ സൈഡിലായിട്ട് ടാപ്പ് ടു മൈൻ എന്ന് കാണിക്കുന്ന ബട്ടൺ റൗണ്ടിൽ കാണാൻ പറ്റും. അതിമൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ട് ടൂർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വ്യൂ റോൾസ് എന്ന് കാണിക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു പൈ കോയിന് കാണാൻ പറ്റും, ഒരു കോയിന് കാണാൻ പറ്റും, ഒന്നൊന്ന് കാണാൻ പറ്റും. അത് ഒരു കോയിൻ ആണ്. അപ്പൊ നിങ്ങൾ ആ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു റെഫറൽ കോഡ് ഉണ്ടല്ലോ, ഹൂ ഇൻവൈറ്റഡ് യു എന്ന് ചോദിച്ച ഭാഗത്ത് ഞാൻ പറഞ്ഞ ആ കോഡ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചതുപോലെ ഒരു കോയിന് ഫ്രീ ആയിട്ട് കിട്ടും. നിലവിൽ നിങ്ങളുടെ മൈനിങ് ആപ്പിൽ ഇതിപ്പോ മൈനിങ് ആപ്പാണ്, ഇതിനകത്ത് ഇപ്പൊ നിലവിൽ മൈനിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി വേറെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണോ ക്രിയേറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഒരു 24 hours കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം, നിങ്ങൾ മൈനിങ് റീസ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളുടെ ഈ ഒരു മൈനിങ് ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൽ കാണിക്കുന്ന പോലെ ടാപ്പ് ഹിയർ ടു മൈൻ എന്ന് പറയുന്ന ഒരു പേജായിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കുക. ഇതിൽ വലതു ഭാഗത്തായിട്ട് നമുക്ക് റൗണ്ടിൽ കാണാൻ പറ്റും ടാപ്പ് ടു മൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മൈന് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ മൈൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരസ്യം വരും. ആ പരസ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്ക് അടിച്ച് ഒഴിവാക്കിയിട്ട് വീണ്ടും ആദ്യം പൈക്കോയിന്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഹോം പേജിലെ ഏറ്റവും മുകളിലായിട്ട് കോയിൻസ് അവിടെ കൂടുന്നതായിട്ട് കാണാൻ
പറ്റും, അതായത് മൈനിങ് സ്റ്റാർട്ട് ആയത് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ പൈക്കോയിന് ഡെയിലി മൈനിങ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ആക്കാണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു മൈനിങ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഇടതുഭാഗത്തായിട്ട് കാണാൻ പറ്റും ഒരു 3 ലൈന് കാണാൻ പറ്റും. ആ 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ രണ്ടാമതായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, മെയിനെറ്റ് എന്ന് പറയുന്നത് അല്ലെ. ശ്രദ്ധിക്കുക, ആ മെയിനെറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലോ ഒന്ന് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് മെയിനെറ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് കാണിക്കുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിനെറ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ 1 മുതൽ 9 സ്റ്റെപ്പുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ 1 മുതൽ 9 വരെയുള്ള സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമ്മൾ ഡെയിലി മൈനിങ് ചെയ്യുന്ന കോയിൻസ് നമുക്ക് നമ്മുടെ വാലറ്റിലേക്ക് കിട്ടുകയുള്ളൂ. അത് നമുക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതെല്ലാം എങ്ങനെ കംപ്ലീറ്റ് ആക്കണം എന്നൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വീഡിയോ അവസാനം വരെ കാണുക. ഓക്കെ, ഇതിലിപ്പോ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൈക്കോയിന്റെ പല അപ്ഡേറ്റുകൾ അറിയിക്കുന്ന നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, 2 ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, 2ലും ജോയിൻ ചെയ്യാൻ ലിങ്ക് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു മെയിനെറ്റ് ചെക്ക് ലിസ്റ്റിൽ കാണിക്കുന്ന 1 മുതൽ 9 വരെയുള്ള സ്റ്റെപ്പുകൾ എങ്ങനെ കംപ്ലീറ്റ് ആക്കാമെന്ന് നോക്കാം. ഇതിൽ ഒന്നാമത് പറയുന്നത് ഡൗൺലോഡ് പൈ ബ്രൗസർ ആപ്പാണ്. നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് 2 ആപ്ലിക്കേഷൻ ആവശ്യമാണ്, ഒന്ന് പൈ നെറ്റ്വർക്കും 2 പൈ ബ്രൗസറും. അപ്പൊ പൈ നെറ്റ്വർക്ക് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പൈ ബ്രൗസർ എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ നേരെ എന്ത് ചെയ്യാം, ഈ ഒന്നാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള ഡൗൺലോഡ് പൈ ബ്രൗസർ ആപ്പ് എന്ന് പറയുന്ന ഒന്നാമത്തെ സ്റ്റെപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും സൈൻ ഇൻ ടു പൈ ബ്രൗസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പ്ലേ സ്റ്റോറിലേക്കോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലേക്കോ പോകും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നേരെ ആ ഒരു പൈ ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമതായിട്ട് കാണാൻ പറ്റും വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണാൻ പറ്റും കണ്ടിന്യൂ ടു പൈ വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് നേരെ മേലെ നോക്കിക്കഴിഞ്ഞാൽ ജനറേറ്റ് ന്യൂ വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും യുവർ വാലറ്റ് ഈസ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ്. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറച്ച് വേർഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഓക്വാർഡ്, ആർമി, ഫോട്ടോ, മീൻ, എംപവർ, ക്രംബിൾ, അങ്ങനെ 24 വേർഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ പാസ് ഫ്രേസ്. ഈ 24 വേർഡ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് എന്ത് ചെയ്യണം, ആ ഒരു പേജ് സ്ക്രീൻഷോട്ട് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും സൈഡിലായിട്ട് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ കോപ്പിയിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ 24 വേർഡ്സ് കോപ്പി ചെയ്യണം. അപ്പോൾ ഈ ഒരു പാസ് ഫ്രേസ് അല്ലെങ്കിൽ 24 വേർഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മൈനിങ് ചെയ്ത് കിട്ടുന്ന കോയിൻസ് പോയിട്ട് ഓപ്പൺ ചെയ്തെടുക്കാനും അതിനുള്ള കോയിൻസ് സെല് ചെയ്യാനും പറ്റുള്ളൂ. ഈ 2019 മുതലേ 2025 വരെ കഷ്ടപ്പെട്ട് മൈനിങ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ വാലറ്റിൽ ഉണ്ടായിരുന്ന കോയിൻസ് അവർക്ക് വിൽക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയോ, ഇത് അവർ മറന്നുപോയി. ഈ ഒരു സംഭവം മറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിട്ടാതായി കഴിഞ്ഞാൽ നമ്മുടെ കോയിൻസ് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഈ ഒരു പാസ് ഫ്രേസ് ഈ 24 വേർഡ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പേഴ്സണൽ ഡയറി എന്തെങ്കിലും ഉണ്ടാവും, അവിടെ നിങ്ങൾ എഴുതി വെക്കണം. ഈ വേർഡ്സ് സ്പെല്ലിങ് തെറ്റാണ്ട് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കണം. അത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് കേട്ടോ. അപ്പൊ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ആ സൈഡിൽ കാണിക്കുന്ന ആ കോപ്പി എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 2 ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. യൂസ് ഫിംഗർ പ്രിന്റ് എന്നും ഷോ അൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്ന ഓപ്ഷനും കാണാൻ പറ്റും. ഞാൻ ഇവിടെ എന്തായാലും ഷോ അൾട്ടർനേറ്റീവ്സ് ആണ് ക്ലിക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ഫിംഗർ പ്രിന്റ് ക്ലിക്ക് ചെയ്യാം. ഞാൻ ഇവിടെ ഷോ അൾട്ടർനേറ്റീവ് ആണ് ക്ലിക്ക് ചെയ്യുന്നത്, കാരണം എന്റെ ഫിംഗർ ലോക്ക് വർക്ക് അല്ല. ഓക്കെ, അപ്പൊ ഷോ അൾട്ടർനേറ്റീവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തൊട്ട് താഴെയായിട്ട് കോപ്പി ചെയ്യാൻ ഓപ്ഷൻ വന്നു. വീണ്ടും ആ കോപ്പി എന്നുള്ള ബട്ടണിൽ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം നമുക്ക് താഴെയായിട്ട് കാണാൻ പറ്റും ഐ സേവ്ഡ് മൈ പാസ് ഫ്രേസ് എന്ന് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ കോപ്പി ചെയ്ത് എവിടെയെങ്കിലും ഒന്ന് നമ്മുടെ ഫോണിൽ എവിടെയെങ്കിലും ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുക. സ്ക്രീൻഷോട്ട് എടുക്കണം, എവിടെയെങ്കിലും എഴുതി വെക്കും വേണം കേട്ടോ. അങ്ങനെ ആ ഒരു ഐ സേവ്ഡ് മൈ പാസ് ഫ്രേസ് എന്ന് കാണിക്കുന്ന ആ ഒരു ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് എൻ്റർ യുവർ 24 വേർഡ് പാസ് ഫ്രേസ് ഹിയർ എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കോളത്തിൽ പോയി
പോയിട്ട് നമ്മളിപ്പോ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു പാസ്വേഡ് ഇല്ലേ അത് നേരെ ഇവിടെ പേസ്റ്റ് ചെയ്യാം. അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ താഴെ കാണാൻ പറ്റും അൺലോക്ക് വിത്ത് പാസ് ഫ്രേസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരിക്കലും ഈ പാസ് ഫ്രേസ് 24 വേർഡ്സ് ഞാൻ എവിടേക്കാണ് കൊടുക്കാൻ പറയുന്നത് അവിടെ മാത്രം കൊടുത്താൽ മതി കേട്ടോ. വേറെ എവിടെയെങ്കിലും പോയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റ് ഹാക്ക് ആക്കാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് പേരുടെ വാലറ്റ് ഹാക്ക് ആവുകയും കോയിൻസ് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ 24 വേർഡ്സ് പാസ് ഫ്രേസ് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, തോന്നിയതുപോലെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ ഈ പൈ നെറ്റ്വർക്ക് ആപ്പിൽ എവിടേക്കാണോ കൊടുക്കാൻ പറയുന്നത് അവിടെ മാത്രം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അൺലോക്ക് വിത്ത് പാസ് ഫ്രേസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ആ ഒരു താഴെ കാണിക്കുന്ന കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റ് എന്തായി, ഓപ്പൺ ആയി വന്നു. ഇതിനകത്ത് നമുക്ക് നമ്മുടെ വാലറ്റ് കാണാൻ പറ്റും. അവിടെ ആക്ടിവേറ്റ് യുവർ വാലറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. വാലറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നേരെ നമ്മുടെ പൈ നെറ്റ്വർക്കിന്റെ ആപ്പ് വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ കാണിച്ചതുപോലെ 3 ലൈൻസ് ക്ലിക്ക് ചെയ്തിട്ട് മെയിനെറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മെയിനെറ്റ് ചെക്ക് ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമ്മുടെ ആ ഒരു 9 സ്റ്റെപ്പുകൾ കാണാൻ പറ്റും. അതിനകത്ത് ഒന്നാമത്തെ സ്റ്റെപ്പും രണ്ടാമത്തെ സ്റ്റെപ്പും ഇപ്പൊ എന്തായിട്ടുണ്ട്, പച്ച കളർ ആയിട്ടുണ്ട്, ഗ്രീൻ ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ 2 സ്റ്റെപ്പ് ഇപ്പൊ നിലവിൽ കംപ്ലീറ്റ് ആയി. ഇനി ബാക്കി നമുക്ക് 3, 4, 5, 6, 7, 8, 9 കംപ്ലീറ്റ് ആക്കാനാണ്. അപ്പൊ ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ആ 3ാമത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ വീണ്ടും 24 വേർഡ്സ് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു 24 വേർഡ്സ് ഉണ്ടല്ലോ അത് നമ്മൾ വീണ്ടും ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് താഴെ കാണിക്കുന്ന കൺഫേം യുവർ വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇമെയിൽ കൺഫർമേഷൻ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരെ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് കൊടുത്ത ഇമെയിൽ ഉണ്ടല്ലോ അതിന്റെ മെയിൽ പോയി ഓപ്പൺ ആക്കണം. നേരെ നമ്മുടെ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിനകത്ത് മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈ നെറ്റ്വർക്കിന്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ള മെയിൽ അവിടെ കാണാൻ പറ്റും. നമ്മൾ നേരെ എന്ത് ചെയ്യുക, ആ മെയിൽ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും വെരിഫൈ യുവർ മൈഗ്രേഷൻ വാലറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു നീല കളറിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ സക്സസ് ആയിട്ട് കാണിക്കും. എന്നിട്ട് നേരെ താഴെ കാണിക്കുന്ന ഏറ്റവും താഴെ കാണിക്കുന്ന ഗോ ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ നേരെ എന്താകും, നമ്മുടെ പൈ നെറ്റ്വർക്കിന്റെ ആപ്പിലേക്ക് തന്നെ ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മെയിനെറ്റ് ചെക്ക് ലിസ്റ്റിൽ കാണിക്കുന്ന ആ ഒരു 9 സ്റ്റെപ്പുകളിലേക്ക് വരിക. അവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റെപ്പും രണ്ടാമത്തെ സ്റ്റെപ്പും മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മാത്രമല്ല 5ാമത്തെ സ്റ്റെപ്പ് കൂടെ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കംപ്ലീറ്റ് ആക്കേണ്ടത് 4ാമത്തെ സ്റ്റെപ്പാണ്. ആ 4ാമത്തെ സ്റ്റെപ്പിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. അവിടെ നമുക്ക് 2 കാര്യങ്ങളുണ്ട്, ലോക്കപ്പ് പെർസെന്റേജും ലോക്കപ്പ് ഡ്യൂറേഷനും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം. ഞാൻ ഇവിടെ വെക്കുന്നത് ലോക്കപ്പ് പെർസെന്റേജ് 90%ലും ലോക്കപ്പ് ഡ്യൂറേഷന് 3 ഇയേഴ്സിലുമാണ് വെക്കുന്നത്. എന്നിട്ട് നേരെ താഴെ കാണിക്കുന്ന കമ്മിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്ത് ചെയ്യുക, കമ്മിറ്റ് ലോക്കപ്പ് എന്ന് കാണിക്കുന്ന അടുത്ത ഓപ്ഷനിൽ നമ്മൾ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പും ഇവിടെ എന്തായി, കംപ്ലീറ്റ് ആയി. അപ്പൊ 1, 2, 3, 4, 5 സ്റ്റെപ്പ് വരെ നമ്മൾ എന്തായി, കംപ്ലീറ്റ് ആയി. ഇനി 6ാമത്തെ സ്റ്റെപ്പാണ്. 6ാമത്തെ സ്റ്റെപ്പിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് ഐ അക്സെപ്റ്റ് എന്ന് കാണിക്കുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ കൊടുത്ത 24 വേർഡ്സ് ഉണ്ടല്ലോ അത് വീണ്ടും നമ്മൾ ഈ ഒരു കോളത്തിൽ കൃത്യമായിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നേരെ താഴെ കാണിക്കുന്ന സൈൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് കാണിക്കുന്ന ബട്ടണിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ 1, 2, 3, 4, 5, 6 സ്റ്റെപ്പ് വരെ കംപ്ലീറ്റ് ആയി. ഈ സ്റ്റെപ്സ് ഒക്കെ ആദ്യമായി 2019 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സംബന്ധിച്ച് വർഷങ്ങൾ എടുത്തിട്ടാണ് അവരൊക്കെ ഈ 1 മുതൽ 6 വരെയുള്ള സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കിയത്. നിങ്ങൾ പുതിയൊരു യൂസർ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ നിലവിൽ നമുക്ക് ഈ 6 സ്റ്റെപ്പ് വരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തത് നീ കംപ്ലീറ്റ് ആക്കാനുള്ളത് 7ാമത്തെ സ്റ്റെപ്പാണ്, സബ്മിറ്റ് യുവർ KYC ആപ്ലിക്കേഷൻ. അതായത് KYC കൊടുക്കാനാണ് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡോ അല്ലെങ്കിൽ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, KYC ചെയ്യണം. ആ ഒരു സ്റ്റെപ്പാണ് 7ാമത്തെ സ്റ്റെപ്പ്. ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആ ഒരു 7th സ്റ്റെപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ പൈ ബ്രൗസർ എന്ന് പറയുന്ന ആപ്പിലേക്കാണ് എന്താകുക, ഓപ്പൺ ആയിട്ട് വരിക. അതിലേക്ക് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് താഴെയായിട്ട് കാണാൻ പറ്റും KYC എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, കണ്ടോ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നിൽക്കും, നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ്. കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ ഒരു മെസ്സേജ് കാണാൻ പറ്റും, താങ്ക്സ് ഫോർ യുവർ ഇൻട്രസ്റ്റ് ഇൻ പൈ KYC വെരിഫിക്കേഷൻ, സ്ലോട്ട്സ് ആർ നോട്ട് അവൈലബിൾ അറ്റ് ദിസ് ടൈം. അതായത് KYC ചെയ്യാനുള്ള സ്ലോട്ട് നമുക്ക് നിലവിൽ ഇപ്പോൾ അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്. അതിന് തൊട്ട് താഴെ നമുക്ക് വേറെ മെസ്സേജ് ഉണ്ട്, ഏറ്റവും താഴെയായിട്ട് റിമെമ്പർ യു മസ്റ്റ് കംപ്ലീറ്റ് അറ്റ്ലീസ്റ്റ് 30 മൈനിങ് സെഷൻസ് ബിഫോർ യു ക്യാൻ അപ്ലൈ ഫോർ KYC. അതായത് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, 30 ഡേയ്സ്
30 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, മൈനിങ് ചെയ്യൽ നിർബന്ധമാണ്. അങ്ങനെ 30 ദിവസം നിങ്ങൾ മൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, നിങ്ങൾക്ക് 7th സ്റ്റെപ്പിൽ നിങ്ങളുടെ KYC കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെ നമ്മൾ മൈനിങ് ചെയ്യേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. നമുക്കിനി ഓരോ 24 hours കഴിയുമ്പോഴും അല്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ പിന്നെ മൈനിങ് ചെയ്യുന്ന ഈ ഒരു പൈ നെറ്റ്വർക്ക് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും, നേരത്തെ കാണിച്ചതുപോലെ സൈഡിലായിട്ട് ടാപ്പ് ടു മൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ റൗണ്ടിൽ കാണിക്കും. അതിന്മേൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, താഴെ കാണിക്കുന്ന മൈൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, മൈനിങ് ആയി. അതിനെയാണ് നമ്മളിവിടെ മൈനിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി ചെയ്യാൻ നോക്കട്ടോ. അപ്പോൾ 7th, 8th, 9th ഞാൻ എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഇനി നമുക്കിവിടെ വേറൊരു കാര്യം പാടെ ചെയ്യാനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പൈ നെറ്റ്വർക്കിന്റെ പൈക്കോയിൻ മൈനിങ് ചെയ്യുന്ന ആപ്പിലേക്ക് തന്നെ വീണ്ടും തിരിച്ചെത്തി കഴിഞ്ഞാൽ നമുക്കവിടെ ഏറ്റവും ടോപ്പിൽ കാണിക്കുന്ന ആ 3 ലൈൻസ് ഉണ്ടല്ലോ, അതിൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ആ പ്രൊഫൈൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പേര് ഏറ്റവും മുകളിൽ കാണിക്കും. അവിടെ നിങ്ങളുടെ പേര് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ വേറൊരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എന്നാണോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണേ അന്ന് മുതൽ വെറും 14 ദിവസത്തിനുള്ളിൽ തന്നെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പേര് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ പേജിൽ നിന്നും താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇമെയിൽ അഡ്രസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് നേരെ വെരിഫൈ എന്നും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിവിടെ എന്ത് ചെയ്യണം, നമ്മുടെ ഇമെയിൽ അഡ്രസ് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ആ ഇമെയിൽ അഡ്രസ്സിന് നേരെ കാണിക്കുന്ന ആ വെരിഫൈ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇമെയിൽ അഡ്രസ് കൊടുക്കേണ്ട കോളം ഉണ്ട്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ ഫസ്റ്റ് കൊടുത്ത ഇമെയിൽ ഇല്ലേ, അതിവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. എന്നിട്ട് താഴെ കൊടുത്തിട്ടുള്ള വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നേരെ നമ്മുടെ Gmail ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പുതിയ മെയിൽ പൈ നെറ്റ്വർക്കിന്റെ ഭാഗത്ത് നിന്ന് വരും. ഇനി ഇൻ കേസ് പുതിയ മെയിൽ അവിടെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ സൈഡിൽ കാണിക്കുന്ന ആ 3 ലൈൻസ് ഇല്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്പാം എന്ന് കാണിക്കുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ആ സ്പാമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമ്മുടെ പൈ നെറ്റ്വർക്കിന്റെ പുതിയ മെയിൽ വന്നതായിട്ട് കാണാൻ പറ്റും. ആ ഒരു മെയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണാൻ പറ്റും നമ്മുടെ പേരിന് തൊട്ട് താഴെയായിട്ട് ക്ലിക്ക് ഹിയർ ടു വെരിഫൈ യുവർ ഇമെയിൽ അഡ്രസ് എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് എന്ന് കഴിഞ്ഞിട്ട് ഹിയർ ഉണ്ട്, നിങ്ങൾ ഒരു നീല കളറിൽ അതൊരു ലിങ്ക് ആണ്. ആ ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഒരു ഹിയർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ വെരിഫിക്കേഷൻ ഈസ് സക്സസ്ഫുൾ എന്ന് കാണിക്കും. അപ്പൊ അതോടുകൂടി നിങ്ങളുടെ ഇമെയിൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾ നേരെ ആ 3 ലൈൻസ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നേരെ നിങ്ങളുടെ പ്രൊഫൈൽ പോയി കഴിഞ്ഞാൽ ഇമെയിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ ഇമെയിൽ അഡ്രസ് അവിടെ ടിക്ക് മാർക്ക് വന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് അവിടെ വെരിഫൈ ആയിട്ടുണ്ട്. ഇനി ഇമെയിൽ നിങ്ങൾക്ക് ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഇമെയിൽ അഡ്രസ്സിന് നേരെ കാണിക്കുന്ന അപ്ഡേറ്റ് എന്ന് കാണിക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ പൈ നെറ്റ്വർക്കിൽ ആപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കംപ്ലീറ്റ് ആക്കാണ്ട് 7, 8, 9 കംപ്ലീറ്റ് ആക്കാണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ വീഡിയോ തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൈക്കോയിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപ്ഡേറ്റുകൾ വരെ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എന്ത് ചെയ്യലുണ്ട്, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലാണ് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് 2 ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒന്ന് നമ്മുടെ പൈക്കോയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പൈക്കോയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഗ്രൂപ്പാണ്. അതിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന മറ്റു ഒരുപാട് പ്രൊജക്ടുകൾ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഷെയർ ചെയ്യുന്ന മറ്റൊരു ടെലഗ്രാം ഗ്രൂപ്പും ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് 2 ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക, ഒരു താങ്ക്സ് എങ്കിലും താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഔട്ട്.